മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വജീവിതത്തെ നിഷ്കാമ കർമ്മം കൊണ്ടും കർമ്മത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ഈശ്വര ഉപാസന കൊണ്ടും ധന്യമാക്കി തീർത്ത ഒരു മഹാത്മാവായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കാലഘട്ടത്തെ ഉല്ലംഘിക്കുന്ന ദീർഘവീക്ഷണവും കർമ്മോത്സുകതയും സാമൂഹിക പ്രതിബദ്ധതയും പരോപകാര താല്പര്യതയും ഒത്തിണങ്ങിയ ഈ ആധ്യാത്മിക ആചാര്യൻ മാതൃസഭയിലും മലയാളക്കരയിലും ആവിഷ്കരിച്ച് നടപ്പാക്കിയ നൂതന യത്നങ്ങളും അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങളും വാക്കുകൾക്ക് അതീതമാണ്. ആഴമേറിയ മനഃശാസ്ത്രജ്ഞാനവും ജീവിത നിരീക്ഷണവും സന്മാർഗനിഷ്ഠയും സ്വായത്തമാക്കിയിട്ടുള്ള ഒരു വിശുദ്ധന്റെ കുടുംബ ദർശനമാണ് വിശുദ്ധ ചാവറയച്ചന്റെ ചാവരുളിൽ ദൃശ്യമാവുന്നത്. വിശുദ്ധ ചാവറയച്ചൻ കേരളത്തിന് നൽകിയിട്ടുള്ള അനേകം മഹനീയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ നവീകരണത്തിനുള്ള നല്ലയപ്പന്റെ ചാവരുൾ എന്ന ഗ്രന്ഥം. കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരിക്കേണ്ട സ്നേഹബന്ധത്തെ പറ്റിയാണ് ഒന്നാം ചാവരുൾ. തിരുക്കുടുംബ സദൃശ്യമായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ക്രിസ്തീയ കുടുംബങ്ങൾ കഴിയണമെന്നും ചാവറയച്ചൻ പഠിപ്പിച്ചു. നേരത്തെ പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് ഉറങ്ങാൻ പോകണമെന്നും പുലർക്കാലം എണീറ്റ് പ്രാർത്ഥന ചൊല്ലി പണിക്കിറങ്ങണമെന്നുള്ള ചാവറയച്ചന്റെ നിർദ്ദേശങ്ങൾക്ക് ഏതാണ്ട് കാലഹരണം വന്നിരിക്കുന്നു. ഈ നല്ല ശീലങ്ങൾ തുടരാൻ നമുക്ക് പരിശ്രമിക്കാം. ആ നല്ല പിതാവ് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ നന്നായി വളർത്തണം. മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാണ്. അതെ, മക്കളെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ വളർത്തണമെന്ന് വിവിധ ഉദാഹരണത്തിലൂടെ ചാവറയച്ചൻ പഠിപ്പിച്ചു. മാതാപിതാക്കളെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുവാൻ കുടുംബത്തിൽ നിന്ന് അവർ ശീലിക്കണമെന്നും ചാവറയച്ചൻ പഠിപ്പിച്ചു. ആത്മാർത്ഥതയും സത്യസന്ധതയും കുഞ്ഞുങ്ങളുടെ കൈമുതലായിരിക്കണമെന്നും അത് കുടുംബങ്ങളിൽ വെച്ച് തന്നെ അവർ ശീലിക്കണമെന്നും കർശനമായി ആ അപ്പൻ നിർദ്ദേശിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങൾക്കെതിരെ പല കിരാത സംഭവങ്ങളും നടക്കുന്ന ഈ കാലത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ എങ്ങനെ നിഷ്കളങ്കരും സത്യസന്ധതയും ഉള്ളവരായി വളരണമെന്ന് കുഞ്ഞുങ്ങളും അറിയണം. മാതാപിതാക്കളും മക്കളും ചേർന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ചിരുന്ന് ആനുകാലിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി തീരണമെന്ന് ചാവറയച്ചൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആ നല്ല പിതാവ് പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ സ്വന്തമാക്കി നമുക്ക് വളരാൻ സർവേശ്വരൻ കൃപ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ചാവറയച്ചൻ.